എല്ലാവർക്കും നമസ്കാരം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സുജാത പറയുന്നുണ്ടല്ലോ, അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു തരി പൊന്നോ പണവോ സ്വത്തോ കിട്ടും എന്ന് കരുതി നീ ഇവിടെ നിൽക്കണ്ട, രാവിലെ തന്നെ പൊയ്ക്കോളാൻ. അത് കേട്ടുകൊണ്ട് വരുന്ന ദാസന് ഇഷ്ടപ്പെടുന്നില്ല. ദാസൻ മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ എഴുതി മേടിക്കാൻ എനിക്കറിയാലോ, നിങ്ങളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ മേടിക്കും എന്ന് പറയുന്നേക്കും പെട്ടെന്ന് ഗീത ഇതെന്താ ദാസേട്ടാ വെളിവുള്ളപ്പോൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തടയാൻ ചെല്ലും. അന്നേരം ഗീത പിടിച്ചങ്ങ് തള്ളും. ഗീതയുടെ മുട്ടുപോയി ഭിത്തിക്കിട്ടിരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം വയ്യാതെ തറയിലിരിക്കുമ്പോൾ മോളെ എന്ന് പറഞ്ഞ് സുജാത മോളെ പിടിക്കാൻ ചെല്ലുമ്പം ദാസൻ സുജാതയോട് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ കൊന്നിട്ടാണെങ്കിലും ഈ സ്വത്ത് ഞാൻ കൈക്കലാക്കും, നിങ്ങളുടെ അഹങ്കാരം ഞാൻ തീർത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തേക്ക് പോവാണ്. ദാസൻ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ഗീതനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ചെല്ലുന്ന സുജാതയോട് ഗീത പറയുവാണ്, അതെ, നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണമാണ് എനിക്കിപ്പം ഇത് സംഭവിച്ചത്. എൻ്റെ ദേഹത്ത് ഒരു മൺതരി വീഴാതെ നോക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ. ഇവിടെ സ്വത്തും കെട്ടിപ്പിടിച്ചിരുന്നു, നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണം ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് സുജാത കുറേ ചീത്ത പറയുവാണ് ഗീത. അപ്പോഴത്തേക്കും അപ്പുറത്ത് പോയി ഒരു കത്തിയൊക്കെ എടുത്തുകൊണ്ട് വരും ദാസൻ. എന്നിട്ട് നിങ്ങളെ ഞാൻ വെട്ടിക്കൊല്ലാൻ പോവാ, വെട്ടിക്കൊന്ന് തുണ്ടും ആക്കും എന്ന് പറഞ്ഞ് ആ കത്തി എടുത്തുകൊണ്ട് വരുന്നേക്കും വേണ്ട ദാസേട്ട എന്ന് പറഞ്ഞ് തടയാൻ ചെല്ലുന്നുണ്ട് ഗീത. അന്നേരം ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണല്ലോ സുജാത. വീണ്ടും ദാസൻ അടുത്തോട്ട് വരുന്നേക്കും സുജാത പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. പുറകെ ചെല്ലുന്നുണ്ട് ദാസൻ. ഇടയ്ക്ക് വേച്ച് വീഴുന്നുണ്ട്. എന്നാലും നിങ്ങളെ കൊല്ലും തള്ളേ, നിങ്ങളെ തുണ്ടും ആക്കും എന്ന് പറഞ്ഞാണ് ദാസൻ പുറകെ ചെല്ലുന്നത്. ഈ സമയം നമ്മുടെ വിനീതിനെയും ഗംഗയൊക്കെ കാണിക്കുന്നുണ്ട്. അവരുടെ വണ്ടി വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. അതിറങ്ങി നോക്കുന്നു ഡ്രൈവർ. ഈ സമയം ബേബി ചേട്ടൻ ഇറങ്ങി ബോണറ്റ് തുറന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവിടെ കിടന്ന് ബേബി ചേട്ടൻ്റെ ഒരു ചെറിയ പ്രകടനമുണ്ട്. തലയ്ക്ക് വെളിവില്ലല്ലോ. ഈ സമയമൊക്കെ സുജാത പേടിച്ച് പറമ്പിൽ വന്ന് ഒളിച്ചിരിക്കുവാണ്. അന്നേരമാണ് ഇവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വണ്ടി തള്ളിയാലേ ഇനി സ്റ്റാർട്ട് ആവുകയുള്ളൂ എന്ന് ഡ്രൈവർ പറയുന്നത്. അതുകൊണ്ട് വിനീതും സലീമിക്കയും കൂടെ ഇറങ്ങി തള്ളുന്നു. കുറേ തള്ളി കഴിയുമ്പോഴേക്കും വിനീത് മടുക്കും. അത് കഴിയുമ്പം വണ്ടിയിൽ നിന്ന് ഗംഗയും കൂടെ ഇറങ്ങും. അന്നത്തേക്കും വിനീത്, ഗംഗ എന്തിനാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ, വണ്ടിയിൽ ഇരിക്കാൻ മേലായിരുന്നു, ഞാൻ തള്ളിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗയൊന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും തള്ളിക്കൊണ്ടിരിക്കുമ്പം വിനീതിൻ്റെ ഫോണിലേക്ക് സുജാത വിളിക്കുന്നു. അതാരാണ് എന്ന് പോലും നോക്കാതെ 2-3 തവണ വിനീത് അത് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ വിളിക്കുമ്പോഴേക്കും വണ്ടി തള്ളുന്ന നിർത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കുവാണ് ആരാണെന്ന്. അയ്യോ, അമ്മയാണല്ലോ, ഈ സമയത്ത് എന്താ അമ്മ വിളിക്കുന്നത് എന്ന് ചോദിച്ച് ഫോൺ എടുത്ത് ഹലോ വെക്കുമ്പോഴേക്കും, എടാ മോനെ, എന്നെ അവൻ ആ ദാസനില്ല, അവൻ കൊല്ലും എന്ന് പറയുമ്പോൾ, ദാസേട്ടൻ അങ്ങനെയൊന്നും ചെയ്യല, മദ്യപിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറയുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ, അതൊന്നും അല്ലെന്നേ എന്ന് പറഞ്ഞ് സുജാത വിശദമായിട്ട് പറയുന്നുണ്ട്. സ്വത്തിന് വേണ്ടി അവൻ എന്നോട് വഴക്കുണ്ടാക്കി എന്നെ കൊല്ലാൻ വേണ്ടി വീടിന് ചുറ്റും അതുപോലെ പറമ്പിലൊക്കെ ഇട്ട് ഓടിച്ചു, ഞാൻ പൊളിച്ചിരിക്കുവാണെന്നൊക്കെ സുജാത പറയുന്നുണ്ട്. പക്ഷേ ഇത് വിനീത് കേൾക്കുന്നില്ല. വിനീത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ് ഗംഗയും സലീമിക്കും കൂടെ തള്ളുന്നു കാണുന്നു. അന്നത്തേക്ക് ഓടി ചെന്നിട്ട്, ഇതെന്താ ഗംഗ, വണ്ടി തള്ളുവൊന്നും വേണ്ട, ഞാൻ തള്ളിക്കോളാം എന്ന് പറയുവാണ്. എന്നിട്ട് അത് തള്ളിക്കൊണ്ടാണ് ചെവിയിലോട്ട് ഫോൺ വെക്കുന്നത്. എന്നിട്ട് എന്താ അമ്മേ പറ എന്ന് പറയുമ്പോൾ, ഞാൻ ഇത്രയും നേരം പറഞ്ഞു ഒന്നും നീ കേട്ടില്ലേ, എടാ മോനെ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറയുന്നത് ഇടയ്ക്ക് റേഞ്ച് കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് വിനീത്, ഞാൻ പിന്നെ വിളിക്കാമേ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് വണ്ടിക്കകത്തേക്ക് കയറുക കേട്ടോ. ഈ സമയം പേടിച്ച് നിൽക്കുവാണ് സുജാത. പറമ്പിൽ തൊട്ടപ്പുറത്ത് കൊലവിളി നടത്തിക്കൊണ്ട് ദാസൻ ഇപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ സുജാതയെ കാണുന്നില്ല. അന്നേരം ദാസൻ പറയുന്നുണ്ട്, തള്ളേ, നിങ്ങളെ ഞാൻ വെട്ടി തുണ്ടമാക്കും, നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗീത വന്നിട്ട് പറയുവാണ്, ഈ പറമ്പിക്കടി ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല, വീടിൻ്റെ വാതിലെല്ലാം തുറന്നിട്ടേക്കുക, അവിടെ കുഞ്ഞുണ്ട്, അതിനെ വല്ല നരിയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ, നിന്നോട് അതൊക്കെ തുറന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ ആരാ പറഞ്ഞത് എന്ന് ദാസൻ ചോദിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ, നിങ്ങൾ അങ്ങോട്ട് കയറി വന്നേ, ഏതായാലും ഇത് അവരുടെ കിടപ്പേടമാണ്, ഇത് വിട്ട് അവർ ഒരിടത്തേക്കും പോകുകയില്ല, ഇവിടുന്ന് പുറത്തു പോയാൽ അവർക്ക് താമസിക്കാൻ വേറെ വീടോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരുമില്ല, അതുകൊണ്ട് അവരിങ്ങോട്ട് തന്നെ വരും. അങ്ങനെ വരുമ്പോൾ രാവിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർത്തി തരാം അവരെ, അന്നേരം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഒപ്പിടിയിച്ച് മേടിക്കോ, എന്താണെന്ന് വെച്ചാൽ സാധിച്ചോ, അത് ഞാൻ ചെയ്തു തരാം, ദാസേട്ടൻ്റെ ഗീതയല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ച് വീടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഗീത. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സുജാതയ്ക്ക് ഭയങ്കര പേടിയൊക്കെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് സുജാത പിന്നെ ഒന്നുകൂടെ വിളിക്കും. അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിനീത് ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫോണിൻ്റെ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോവുകയാണ് സുജാതയുടെ. വിനീത് തിരിച്ച് വിളിക്കും, കിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് വിനീത്. പിന്നീട് നേരം വെളുക്കുന്നത് കാണിക്കുന്നുണ്ട്. നേരം വെളുത്ത് കഴിയുമ്പം സുജാത ആ പറമ്പിൽ തന്നെ ആകെ തണുത്ത് വിറച്ചിരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു വീട്ടിൽ വന്നു. എന്നിട്ട് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഗംഗ കാവേരിയോട് പറയുമ്പം കാവേരിക്ക് ഭയങ്കര ചിരിയാണ്. ഏതായാലും
എന്തായാലും ഇതുപോലെ അബദ്ധം പറ്റുന്നവരെ ഞാൻ കണ്ടിട്ടില്ല, 1ഉം 2ഉം പറ്റും, ഇത് 1000 അബദ്ധം അല്ലല്ലോ പറ്റിയേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അന്നേരം ഗംഗ ചോദിക്കുന്നുണ്ട്, എടി ഞാൻ പോകുന്ന സമയത്ത് നിന്നെ ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ, നീ എവിടെ പോയതായിരുന്നു എന്ന്. അന്നേരമാണ് കാവേരി നിവിൻ പറഞ്ഞ കാര്യത്തെപ്പറ്റിയൊക്കെ പറയുന്നത്, ആ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അന്നേരം ഗംഗ പറയും, നിനക്ക് തോന്നിയതായിരിക്കും, അതുപോലത്തെ സ്ഥലങ്ങൾ ഒരുപാട് കാണുമല്ലോ അവിടെ, അതുകൊണ്ട് നമ്മൾ പോയി കണ്ട സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാവേരി വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ നടത്തിപ്പുകാരനെ കണ്ടതും ശിവരാമനേട്ടനെ കണ്ടതും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്കുണ്ടായ പതർച്ചയെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗംഗയ്ക്ക് വിശ്വാസമാകുന്നില്ല. അന്നേരം കാവേരി പറയുവാണ്, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയിരുന്നത്, പക്ഷേ അതിനുശേഷം ഞാൻ ശിവരാമേട്ടൻ്റെ ഭാര്യയെ പോയി കണ്ടിരുന്നു, അന്നേരം എൻ്റെ ആ സംശയം അങ്ങ് മാറി എന്ന് പറയുമ്പോൾ നീ അവരെയും പോയി കണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഉവ്വ എന്ന് പറയുന്നുണ്ട് കാവേരി. ഏതായാലും ഈ കാവേരി ഈ ശിവരാമൻ്റെ വൈഫിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ശിവരാമൻ അദ്ദേഹത്തിൻ്റെ വൈഫിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയും, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരുവുള്ളൂ, ഞാൻ ജയപാലൻ സാറിൻ്റെ ഒരു ആവശ്യത്തിന് പുറത്ത് പോകുകയെന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഉള്ളതല്ലേ എന്ന് ഭാര്യ ചോദിക്കും. അന്നേരം പറയുവാണ്, എടി എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ കാവേരിയില്ലേ അവർ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവിടെയും റേഞ്ച് കട്ടായി പോകും, അവർക്ക് ഫുള്ള് പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഫോൺ എപ്പോഴും യൂസ് ചെയ്യാത്ത ആളായതുകൊണ്ട് ശിവരാമൻ്റെ ഭാര്യ ഫോണൊന്നും ചാർജ് ചെയ്യില്ല, അവരുടെയും ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അത് മാത്രമല്ല വീട്ടിൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് അത് ചാർജ് ചെയ്യാനും പറ്റില്ല. അപ്പം അന്നേരം പകുതി വരെ കേട്ടിട്ടുള്ള ആ അരവിന്ദൻ സാറിൽ ഇതിനു മുമ്പ് മരിച്ചുപോയ, കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ മകളെ എന്നൊക്കെ പറയുന്നതേ കേട്ടുള്ളൂ, വിശദമായിട്ടൊന്നും അവർ കേട്ടിട്ടുമില്ല. ഏതായാലും ഇത് കഴിഞ്ഞ് അവർ മുറ്റത്ത് എന്തോ വിറകൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ആ പണിയിലേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും കറക്റ്റ് കാവേരി അവിടെ ചെല്ലുന്നുണ്ട്. അന്നേരം എന്നെ മനസ്സിലായോ ചേച്ചിക്ക് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി, ആ അരവിന്ദൻ സാറിൻ്റെ മോളല്ലേ എന്ന് ചോദിക്കും. അന്നേരം എന്നെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ലായിരുന്നു, ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ എൻ്റെ കെട്ടിയവനിപ്പോൾ വിളിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും കാവേരിക്ക് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ സംശയത്തോട് നിൽക്കുന്ന കാവേരി കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പിന്നെ നാളത്തെ പ്രൊമോയിൽ നരേൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ഭൂമി നമ്മൾ അരവിന്ദന് വിറ്റതാണ് എന്ന് അരവിന്ദൻ്റെ മക്കൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ജയപാലനെ വിളിച്ച് പറയുന്ന ശിവരാജനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ശിവരാജന് നരേനെ ഭയങ്കര പേടിയാണ് എന്നും ജയപാലനോട് പറയുന്നുണ്ട്.